ജാനുവരി 13, 2026. വർഷങ്ങൾക്ക് ശേഷം ഞാനും അച്ഛനും അമ്മയും അനിയത്തിയും കൂടി ഒരു ട്രിപ്പ് പോകുന്ന കഥയാണ് കേട്ടോ ഈ വ്ളോഗ്, അതും മണാലിയിലേക്ക്. അപ്പോൾ നമ്മുടെ മണാലി വിശേഷങ്ങൾ കണ്ടാലോ? ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് 2:15 എടുക്കുന്ന ട്രിവാൻഡ്രം നിസാമുദ്ദീൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് കേട്ടോ പോയത്. 13th ട്രിവാൻഡ്രത്ത് നിന്ന് കയറി കഴിഞ്ഞാൽ 15th ഡൽഹി എത്തുമ്പോൾ. അപ്പോൾ ഈ 2 ദിവസം ഞങ്ങൾ ട്രെയിനിലാണ് ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഫുഡൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കുക എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമുക്ക് ട്രെയിനിൽ ചെയ്യാനില്ല. കുറേ കൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സിഗ്നൽ പോലും കിട്ടില്ല. അപ്പോൾ നമുക്ക് ഫോണും യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് കേട്ടോ അമ്മ ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ബ്രെഡും ജാമും ആയിരുന്നു. ചിക്കൻ കറിയോ അല്ലാതെ കുക്ക് ചെയ്ത് എന്തെങ്കിലും ഐറ്റംസ് കൊണ്ടുവരാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള പ്രത്യേകിച്ച് പരിപാടിയൊന്നും അല്ലെങ്കിൽ സംവിധാനമൊന്നും അവിടെ ഇല്ലല്ലോ. സോ 2 ദിവസം ഞങ്ങൾ ബ്രെഡും ജാമിലുമാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഥകളൊക്കെ പറഞ്ഞ് 2 days കൊണ്ട് ഞങ്ങൾ ഡൽഹി എത്തി കേട്ടോ. ബട്ട് ഡൽഹി എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ ട്രെയിനിൽ നിന്ന് കണ്ട കുറച്ച് ബ്യൂട്ടിഫുൾ വിഷ്വൽസ് കണ്ടിട്ട് വന്നാലോ? നമ്മളിപ്പോൾ കാശ്മീരി ഗേറ്റിൽ നിൽക്കുകയാണ്. നമ്മുടെ ബസ് നോക്കി നിൽക്കുവാണ് നമ്മൾ കാശ്മീരി ഗേറ്റിൽ. ബസ് വന്നിട്ടില്ല, നല്ല തണുപ്പുണ്ട് ഇവിടെ. അമ്മ എനിക്ക് അവര് കഴിക്കുന്ന സാധനങ്ങളാണ്. നമുക്ക് ഈ സ്നാക്സ് മേടിക്കാം. തണുപ്പ് എങ്ങനെയുണ്ട് ചോദിക്കട്ടെ. കാശ്മീരി ഗേറ്റിൽ നിന്ന് മണാലിയിലേക്കുള്ള ബസ് കയറി മണാലി എത്തുന്നതിന് മുമ്പ് 2 സ്ഥലത്ത് ബസ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതായിരുന്നു ഫസ്റ്റ് പ്ലേസ് ആൻഡ് ഇതായിരുന്നു സെക്കൻഡ് പ്ലേസ് കേട്ടോ. 2 സ്ഥലത്തു നിന്നും ഞങ്ങൾ കോഫി വാങ്ങിയിട്ടുണ്ടായിരുന്നു ആൻഡ് ഇറ്റ് വാസ് റിയലി ഗുഡ്. കോഫി ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നത് പോലെ ഒരു പ്ലാസ്റ്റിക് കപ്പിലായിരുന്നു നോർമൽ കോഫിക്ക് പോലെ ആണ് തന്നിരുന്നത്. ബട്ട് ഒരു 70 and 80 ഒക്കെ ആയിരുന്നു ഒരു കോഫിയുടെ റേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ മാരക ടേസ്റ്റായിരുന്നു. എനിക്കറിയില്ല, ബട്ട് എന്തൊക്കെയോ അഡീഷണൽ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം ബസ് കയറി കേട്ടോ വീണ്ടും. പിന്നെ ഞങ്ങൾ ആരും അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ എനിക്കങ്ങനെ അധികം ഉറക്കത്തിൻ്റെയും ആവശ്യമില്ല, ഫുഡിൻ്റെയും ആവശ്യമില്ല. പിന്നെ ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം അത്രയ്ക്ക് അടിപൊളി വിഷ്വൽസ് ആയിരുന്നു പുറത്തുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് മണാലി എത്തുന്നതിന് മുമ്പ് അങ്ങനത്തെ കുറച്ച് വിഷ്വൽസ് കൂടെ കണ്ടിട്ട് വരാം. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മണാലി എത്തി. മണാലി ബസ് സ്റ്റാൻഡിൽ ഞങ്ങളുടെ ക്യാബ് ഡ്രൈവർ ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അയാൾ ഞങ്ങളെ പിക്ക് ചെയ്ത് ഞങ്ങൾക്ക് ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിൽ എത്തിച്ചു. ആക്ച്വലി അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ലായിരുന്നു. സോ ഞങ്ങൾ വിചാരിച്ചു കുറച്ചൊന്ന് ഫ്രഷ് ആയതിനു ശേഷം ഇങ്ങനെ സൈറ്റ് സീയിങ്ങിന് പോകുമ്പോൾ അവിടെ നിന്ന് എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു.
ഞങ്ങളുടെ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഹഡിംബ ടെമ്പിൾ ആയിരുന്നു. അപ്പോൾ ഹഡിംബ ടെമ്പിളിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ ഷോപ്പാണ് കേട്ടോ ഇതൊരു ചെറിയ ഷോപ്പാണെങ്കിലും ഇവിടുത്തെ ഫുഡ് എൻ്റെ പൊന്നോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിച്ചത് ഇവിടുത്തെ ഫേമസ് ലോക്കൽ ഫുഡായ സിദ്ധു, മാഗി നൂഡിൽസ് ആൻഡ് എന്തോ ഒരു റൊട്ടിയോ നാനോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. ബട്ട് ഞങ്ങൾ ഈ മണാലി ട്രിപ്പിൽ കഴിച്ചതിൽ ഏറ്റവും ടേസ്റ്റുള്ള ഫുഡ് ഇവിടുത്തെ ആയിരുന്നു കേട്ടോ. ഞാൻ പറ്റുവാണെങ്കിൽ ഫോട്ടോസ് ആഡ് ചെയ്യാം. Very cheap price. नहीं भाई അപ്പൊ ആ വ്യൂ എടുക്കണ്ട, ഇവനെ എടുത്തോ. അങ്ങനെ ഞങ്ങൾ ഹഡിംബ ടെമ്പിളിലെത്തി. അറിയാത്ത സ്ഥലമായതുകൊണ്ടും ഭാഷ അറിയാത്തത് കൊണ്ടും 1 കിലോമീറ്റർ ഫ്രണ്ടിൽ ഓടാൻ പറ്റാതെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളെയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ടെമ്പിളിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നില്ല. കാരണം വലിയൊരു ക്യൂ ഉണ്ടായിരുന്നു. ചുമ്മാ അത്രയും നേരം ക്യൂവിൽ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ അതിൽ കയറിയില്ല. क्या है आपका नाम दीदी? शकुंतला। അങ്ങനെ ഹഡിംബ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ നെക്സ്റ്റ് സ്പോട്ടായിരുന്നു കേട്ടോ ക്ലബ് ഹൗസ്. അപ്പോൾ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞങ്ങളുടെ ക്യാബ് ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ചെറിയ അരുവികളൊക്കെ ഉണ്ടാവും, പക്ഷേ ഇറങ്ങരുത്, അത്ര സേഫ് ഒന്നും അല്ല എന്ന്. പക്ഷെ ഒരുപാട് ആൾക്കാരും അവിടെ ഇറങ്ങുന്നുണ്ടായിരുന്നു ഞങ്ങളൊഴിച്ച് കേട്ടോ. പിന്നെ ഇതോ ആ വെള്ള പൊതിച്ച് കിടക്കുന്നതാണ് കേട്ടോ മഞ്ഞ്. ഞങ്ങൾ അടുത്ത ദിവസം നാളെയാണ് അങ്ങോട്ടേക്ക് പോകാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ വെതർ റിപ്പോർട്ട് നോക്കിയപ്പോഴും അതുപോലെ ക്യാബ് ഡ്രൈവർ പറഞ്ഞത് വെച്ചിട്ടും ഇപ്രാവശ്യം കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിയും ഒരുപാട് ലേറ്റായിട്ടാണ് സ്നോഫാൾ. അതായത് ഞങ്ങൾ പോയ ടൈമിൽ സ്നോഫാൾ ഇല്ലായിരുന്നു. സോ അത്രത്തോളം മഞ്ഞ് കുറവായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇവിടെ ക്ലബ് ഹൗസിൽ അങ്ങനെ പ്രത്യേകിച്ച് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സോ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നെക്സ്റ്റ് മോൾ റോഡിലാണ് ഞങ്ങൾ പോയത്. അവിടെ ഷോപ്പിങ്ങിനായിട്ടും പിന്നെ ചെറിയ രീതിയിൽ ഫുഡൊക്കെ കഴിക്കാനായിട്ടാണ് ആൾക്കാർ കൂടുതലും വരുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ബാഗൊക്കെ വാങ്ങിച്ചു, പിന്നെ കുറച്ച് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഒക്കെ വാങ്ങിച്ചതിന് ശേഷം അവിടെ നിന്നും ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ടയേർഡായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞങ്ങൾ റൂമിലെത്തി, ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി ഫ്രഷ് ആയതിനു ശേഷം ഫുഡ് കഴിക്കാനായിട്ട് വന്നു. ചെറിയൊരു ബൊഫേ സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. പക്ഷെ വലിയ രീതിയിലൊന്നും അല്ല, എന്നാലും നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ. Hello. അങ്ങനെ സെക്കൻഡ് ഡേ ഞങ്ങൾ മണാലിയിൽ മഞ്ഞ് കാണാനായിട്ട് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു ഷോപ്പിൽ നമ്മുടെ ക്യാബ് ഡ്രൈവറിന് അറിയാവുന്ന ഒരു ഷോപ്പാണെന്ന് തോന്നുന്നു, അവിടെ നിർത്തി ഞങ്ങൾക്ക് ഡ്രസ്സും ഷൂസും സോക്സും ഒക്കെ റെൻറ്റിനെടുത്തു. സോക്സും റെൻറ്റിനല്ല, അല്ലാതെ പേ ചെയ്ത് വാങ്ങുകയാണ് ചെയ്തത്. ഡ്രസ്സും ഷൂസും റെൻറ്റിനെടുത്തു. എന്നിട്ട് ഞങ്ങൾ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കുമായിരുന്നു.
കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഇപ്രാവശ്യം ഒരു ചെറിയ ഷോപ്പിലാണ് കേട്ടോ കയറിയത്. അതുകൊണ്ട് ഫുഡൊക്കെ കൊള്ളായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷെ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഒരു എഗ് പറാത്തയാണ് പറഞ്ഞത്, ബട്ട് ഒന്നിനും അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഈ കാണുന്നത് അടൽ ടണലിൻ്റെ എൻട്രൻസ് ആണ്. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ സിസുവിലേക്കും സോലങ് വാലിയിലേക്കും ഒക്കെ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്രാവശ്യം ഒരുപാട് മഞ്ഞ് കുറവുണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം പോയ സ്ഥലത്ത് ഒട്ടും മഞ്ഞുണ്ടായിരുന്നില്ല. ഇതെല്ലാം പഴയ മഞ്ഞായിരുന്നു കേട്ടോ. ഇതോ ആവശ്യത്തിൽ തുള്ളിപ്പോയ എൻ്റെ അമ്മയാണതോ അവിടെ വീണ് പോയത്. പിന്നെ അമ്മയ്ക്കും എനിക്കും നല്ല ചുമയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ നിന്ന് 2 ചായയൊക്കെ വാങ്ങി. എനിക്ക് തോന്നുന്നു ഒരു ചായക്ക് 30 രൂപ എന്തോ ആയിരുന്നു എന്ന്. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടി മഞ്ഞുള്ള സ്ഥലത്തോട്ട് വന്നു. അധികം മഞ്ഞൊന്നുമില്ല, എന്നാലും ആദ്യം പോയ സ്ഥലം കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി മഞ്ഞ് കൂടിയ സ്ഥലത്തോട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് കേട്ടോ തിരിച്ചു പോയത്. കാരണം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതുപോലെ സ്നോ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. भैया കുഴപ്പമൊന്നും കാണത്തില്ല. നമ്മൾ ഇലയെല്ലാം വെട്ടി ഇവര് ഓടിച്ചു കളഞ്ഞിരിക്കുക. അല്ലമ്മ അത് പിടിക്കാൻ വേണ്ടി അടുത്തത് छोड़ा छोड़ा छोड़ा